ക്യാന്റീൻ ജീവനക്കാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പി.സി. ജോർജ് എം.എൽ.എക്കെതിരെ കേസ്. എം.എൽ.എ ഹോസ്റ്റലിലെ കഫേ കുടുംബശ്രീ ക്യാന്റീനിലെ ജീവനക്കാരനായ മനുവിനെയാണ് മർദ്ദിച്ചത്. ഊണെത്തിക്കാൻ വൈകിയതിനെ തുടർന്നാണ് പി.സി. ജോർജ് ജീവനക്കാരന്റെ മുഖത്ത് അടിച്ചത്. എം.എൽ.എക്കു പുറമെ സഹായിയും മനുവിനെ മർദ്ദിച്ചതായാണ് പരാതി. എന്നാൽ താൻ മർദ്ദിച്ചിട്ടില്ലെന്ന് പി.സി. ജോർജ് പ്രതികരിച്ചു. എം.എൽ.എ ഹോസ്റ്റലിലെ കഫേ കുടുംബശ്രീയിലെ ജീവനക്കാരനായ മനുവാണ് പി.സി. ജോർജ് എം.എൽ.എ മർദ്ദിച്ചു എന്ന പരാതിയുമായി രംഗത്തെത്തിയത്. പി.സി. ജോർജിന്റെ മുറിയിൽ ഊണെത്തിക്കാൻ 20 മിനിറ്റ് വൈകിയതാണ് മർദ്ദനത്തിനിടയാക്കിയതെന്നാണ് പരാതി. ഒറ്റയ്ക്കാണെന്ന് കൊണ്ടുകൊടുത്തത്, അപ്പോൾ ശാലം താമസിച്ചു. അതാണ് പി.സി. ജോർജ് സാറ് ആദ്യം ചീത്ത വിളിച്ചു. ഞാൻ ചീത്ത വിളിക്കേണ്ട കാര്യമില്ലല്ലോ സാറേ എന്ന് ചോദിച്ചു അങ്ങോട്ട്. തിരക്കായതുകൊണ്ടാണ് കാര്യം പറഞ്ഞത്. അപ്പോൾ സാറ് അത് മൈൻഡ് ചെയ്യാതെ അടിക്കുകയും അത് കണ്ടിരുന്ന പി.എ ഉപദ്രവിക്കുകയും ചെയ്തു. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവിടെ കൗണ്ടറിലിരിക്കുന്ന ആളെ വിളിച്ച് ചീത്ത വിളിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വന്നു. പിന്നെ ഫോൺ കട്ട് ചെയ്ത് എൻ്റെ അടുത്താണ് ദേഷ്യപ്പെട്ടതും ചീത്ത വിളിച്ചത്. പി.സി. ജോർജ് മുഖത്താണ്, പി.എ മുഖത്ത്. പല പ്രാവശ്യം ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ശകലം താമസിച്ചാൽ പുള്ളി ദേഷ്യപ്പെട്ടു. പി.സി. ജോർജിന് പുറമെ സഹായി സണ്ണിയും മനുവിനെ മർദ്ദിച്ചു. ചുണ്ടിനും കവിളിനും പരിക്കുകളുള്ള മനു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കഫേ കുടുംബശ്രീയിലെ റിസപ്ഷനിലെ ജീവനക്കാരിയോടും പി.സി. ജോർജ് മോശം ഭാഷയിൽ സംസാരിച്ചതായാണ് പരാതി. എം.എൽ.എ ഹോസ്റ്റലിലെ ഹൌസ് കമ്മിറ്റി മേധാവിയോടും എസ്റ്റേറ്റ് ഓഫീസറോടും മനു പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മനുവിനോട് മോശം ഭാഷയിൽ സംസാരിച്ചിട്ടില്ലെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും പി.സി. ജോർജ് പ്രതികരിച്ചു. ഞാൻ 2:05 ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇവരോട് വിളിച്ച്, നാലാമത്തെ വിളിയാണ്. പൊന്ന് പെങ്ങളെ കൊള്ളാമല്ലോ, ഇത്ര നേരമായിട്ട് ചോറില്ല, എന്താ ഇത് എന്ന് പറയുകയും ഇവൻ ചോറും കൊണ്ട് കയറി വരികയും നന്നായി ഇതേ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 20 മിനിറ്റായി ചോറ് കൊടുത്തു വിട്ടിട്ട്. ഞാൻ അന്നേരം അവരോട് പറയുന്നു, ഇതേ വന്നിരിക്കുന്നു, ഈ വൃത്തികെട്ടവൻ ചോറും ചോദിച്ചുകൊണ്ട് വന്നേ. 20 മിനിറ്റ് ആയിരുന്നപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞു ചോറും കൊണ്ട് വന്നിരിക്കുക വൃത്തികെട്ടവൻ. ഇവരെയൊക്കെയാണ് നിങ്ങൾ ജോലിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊന്നും അവരോട് പറഞ്ഞു, ഇവരോടല്ല അവരോട്, ഈ ഫോണിൽ കൂടെ. അപ്പോൾ ഇവൻ ചോറും കൊണ്ട് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഏതാ നേരെ ഏതാ അരിശപ്പെട്ടപ്പോൾ ഞാനോട് ഇവൻ എന്നെ പറ്റി ചോറോടോ ചെയ്യപ്പെടാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ അവിടെ മാറി നിൽപ്പുണ്ട്. നോക്കി ഇത്രയും ചോറ് മതി. ഞാൻ ഇതാരുടെ ചോറെന്ന് ചോദിച്ചു. 4 പേരുടെ ചോറ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ താമസിച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പം ഞാൻ കയറി ചെന്നപ്പോൾ പറഞ്ഞു, എന്നോടൊന്നും പറയണ്ട, ഞാൻ നിന്നോടെ ഒന്നും പറഞ്ഞില്ലല്ലോ. അടുത്ത ചോദ്യം അവൻ പറഞ്ഞു, ഇപ്പോഴും ഓർക്കുകയാണ്, കറി കുറവാന്ന്. അവരോട് പറഞ്ഞാണ്, അത് കറി കുറവാന്ന് ഹോട്ടലുകാരോട് പറയാൻ. ഞാൻ പറഞ്ഞു, നിൻ്റെ ജോലിയല്ലോ ഒന്നും, നിൻ്റെ ജോലി ചോറ് കൊണ്ട് കൊടുക്കുന്നതല്ലേ, കറി കുറവ് ഞാൻ സംസാരിച്ചോളാം, നീ ചോറെടുത്തോട്ട് പോടാ വൃത്തികെട്ടവൻ. രണ്ടാമത് വൃത്തികെട്ടവനെ നിന്നെ വിളിക്കുക ശരിയാണ്. കാരണം വേറെ ഏതോ 2 പേർക്ക് കിട്ടേണ്ട ചോറാണ് അവൻ അവിടെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് എനിക്കും താമസം. ഇതുപോലെ കണ്ടാങ്കർസിനെ വിളിച്ച് സ്റ്റാഫാക്കി വെച്ചിരുന്ന ആ ക്യാൻറ്റീനുകാരോട് എനിക്ക് സഹതാപമുണ്ട്. വിഷയത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു പി.സി. ജോർജിന്റെ ആരോപണം. എനിക്ക് തോന്നുന്നത് ഇവൻ കാണിച്ചത് തെറ്റെന്ന് അവർക്കറിയാം. അവന് ചോറ് കൊടുത്തിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു? ഇവിടെ വന്നിട്ട് അവൻ്റെ പെരുമാറ്റം ചെയ്താൽ അവരോട് പെരുമാറ്റം ഇങ്ങനെ ആയിരിക്കണം മിക്കവാറും അവൻ്റെത്. അതുകൊണ്ട് അവനെ പിരിച്ചു അവൻ തീരുമാനിച്ചിരിക്കണം. അതായിരിക്കാം അതായത് രാഷ്ട്രീയക്കാരൻ കിട്ടി ലാഭം എന്ന് വിചാരിച്ച് പോകുന്നതുകൊണ്ട് ആശുപത്രി ഇട്ടിരിക്കുന്നു. 2:05 ഈ 2:05 2:07 ഇവിടുന്ന് 2:07 മണിക്ക് ഇവിടുന്ന് അല്ലെ 8 മണിക്ക് 2:08 ഇവിടുന്ന് ഇറങ്ങിപ്പോയ അയാളുടെ പേര് എനിക്കറിയില്ല. എന്തിനാണ് ആശുപത്രി പോകാൻ ഇത്രയും താമസിച്ച് മുറിവുണ്ടെങ്കിൽ? ഞാൻ കാണണ്ട അങ്ങനെ മുറിവുണ്ടെങ്കിൽ. ഏതായാലും എൻ്റെ പി.എ അവനെ തല്ലാൻ ഞാൻ സമ്മതിക്കാറില്ലല്ലോ. എൻ്റെ ഗൺമാനുണ്ടല്ലോ, തല്ലെങ്കിൽ അയാൾ കാണുകയില്ല. ഞങ്ങളാരും അവരെ തൊട്ടിട്ടില്ല, തൊടേണ്ട കാര്യമില്ല, തൊടുകയില്ല. ഇപ്പം അരിശം വന്നാൽ പോലും ഞാൻ 2 ചീത്ത പറയുന്നു നിർത്താൻ ശരീരത്തിൽ തൊടാറില്ലേ. അസഭ്യതയെ വൃത്തികെട്ടവെന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെട്ട് കാണുകയാണ്. അവൻ്റെ കൂടിയ വൃത്തിയുള്ളിടത്തായിരിക്കും അവൻ. എനിക്കന്ന് വൃത്തികെട്ടവനായിട്ടാണ് തോന്നുന്നത്. അത് പറയാതിരിക്കാൻ പറ്റുമോ? ഏതോ റൗഡി സംഘത്തിൽ ജനിച്ചവൻ. അവന് കൊട്ടേഷൻ സംഘത്തിൻ്റെ മുഖം വന്നേ. അവൻ്റെ ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ പോലെ എനിക്ക് അവൻ്റെ മുഖം കണ്ടപ്പോൾ സത്യം നിങ്ങൾ അവൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ നല്ല മസിലുള്ളവരാണ്, നല്ല മസിലും നല്ല ആരോഗ്യമുള്ളവരാണ്. അവനിവിടെ ജോലിക്ക് വരണവരല്ല, വേറെ വലിയ ജോലിക്ക് പോകേണ്ടവരാണ്. പിന്നെ പലർക്കും കുശുമ്പുണ്ടാവും, പലർക്കും മനപ്രയാസമുണ്ട്. പി.സി. പറഞ്ഞേ ആ മനപ്രയാസമൊന്നും ഇങ്ങനെ ഇതുപോലെ ഒരു 7ാം കൂലിയെ വെച്ച് നമുക്കിട്ട് കൂട്ടത്തല്ലി വേണ്ട, അത് നടക്കില്ല. അത്രേ ഉള്ളൂ. സംഭവത്തിൽ പി.സി. ജോർജിനെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും നിയമസഭാ അംഗം എന്ന പരിഗണന പി.സി. ജോർജിന് നൽകില്ലെന്നും സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.